എന്താ വിലപ്പത്? നല്ലോണം വിളയുന്നതിന് മുമ്പ് ഇതൊക്കെ വെട്ടിയിട്ടൂലേ? ഞാൻ വന്നിട്ട് പോരായിരുന്നു തണ്ടാമ്പറമ്പിലെ കയറ്റം. ഇന്നലെ വരെ കാത്തു, പിന്നെ ബാമക്കുഞ്ഞി തന്നെ വന്നു. എന്താ അടി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തനിച്ചുള്ള ഭരണം? ആരാ മഹിട്ടത്? ഏത്? മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി പോണ കണ്ടല്ലോ. ഓ അതോ, അതൊരു പെൺകുട്ടി. അത് മനസ്സിലായി. അതാരെന്നാ ചോദിച്ചത്? അത് വേണി. ഏത് വേണി? ത്രിവേണി. എടി വാണിമണി വരദായിനി, വാണിമണി വരദായിനി സ്വർഗനന്ദിനി. ആ വാണിയുടെ വകയിൽ അമ്മായിയുടെ മോളായിട്ട് വരും ഈ വേണി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഓ, ഞാനിപ്പോ നിന്റെ കാര്യം പറഞ്ഞ് കൈ എടുത്തോളൂ. ചെന്ന് മുത്തശ്ശിയോട് ചോദിക്ക്. ആ പോണ പോക്കിൽ ഒരു ദുൽവാലെ ജാഹങ്കാഹില്ല മഹേട്ടാ. എന്താ പ്രശ്നം? എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണേ? അതല്ലടാ, കുശുമ്പ്. മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിൽ ഒരു കുശുമ്പിളകിയോ എന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ. ഏതായാലും നമുക്കൊരേരെയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം. മുത്തശ്ശി എന്നെ വിളിച്ചോ? നീ ഇതെവിടെയായിരുന്നു ബാമേ? അപ്പുറത്തുണ്ടായിരുന്നു മുത്തശ്ശി. ഇതാ ഞാൻ പറഞ്ഞ ബാമ, മഹിയുടെ മുറപ്പെണ്ണ്. ഈ കുട്ടിയുടെ സാധനങ്ങളൊക്കെ നിന്റെ മുറിയിലേക്ക് വെക്ക്. ഇനി ഇവിടെയാ താമസിക്കണേ, അല്ലെങ്കിൽ അത് ശരിയാവില്ല. നിന്റെ ഒരു കൂട്ടം വൃത്തിയും വെടുപ്പും അടുക്കലും പെറുക്കലും ഒക്കെ. ആ മോളിൽ തെക്കേപ്പുറത്തെ മുറി വൃത്തിയായിട്ടല്ലേ കിടക്കണേ, അങ്ങോട്ട് കൂട്ടിക്കോളൂ. ആരാ മുത്തശ്ശി ഇത്? തഞ്ചാവൂരപ്പൻ തന്ന പ്രസാദം. ഓ, അവിടേക്കുള്ള അമ്പലത്തില് പെൺകുട്ടികളെയാവും ഇപ്പൊ പ്രസാദമായിട്ട് കൊടുക്കണത്. അത് ഞാൻ അറിഞ്ഞില്ല. കുട്ടി വരൂ. വെറും വേണിയുള്ളോ അതോ കൃഷ്ണവേണിയോ? വെറും വേണിയേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ ഒരു പേര്? തമിഴത്തി കുട്ടികളെ പോലെ. ഞാൻ മലയാളിയാ. അത് മനസ്സിലായി. എവിടെയാ നാട്? ശിവപുരം. പിന്നെങ്ങനെയാ തഞ്ചാവൂരി എന്ന് പെട്ടത്? അയ്യോ, ചോദിച്ചതേ ഉള്ളൂ. എനിക്ക് കുട്ടിയുടെ കഥയൊന്നും അറിയണ്ട. ആരാ എന്താന്ന് അറിയാനുള്ളൊരു കൗതുകം അത്രേ ഉള്ളൂ. അതെങ്ങനെയാ? ഇവിടെ ആരേലും എന്തേലും ചോദിച്ചാ പറയോ? എന്നെ ഇട്ട് വട്ട് കളിപ്പിക്കണത് എല്ലാവർക്കും ഒരു രസാണ്. ഇവിടെ പറയുമ്പോ പറയും ഭാമയോ, അവളൊരു മണ്ടി. മഹേട്ടനാ കുറച്ച് കൂടുതല്. പക്ഷേ എപ്പോഴും എന്തിനും എല്ലാവർക്കും ഭാമ വേണം താനും. ബാമേ കണ്ടോ, ഭാമ ചത്തുപോയി. ചിരിക്കാൻ പറഞ്ഞല്ല, ഇങ്ങനെ ഓടിച്ചാടി ചിലപ്പോ അതന്നെ ഉണ്ടാവുക. ദാ വരണോ മഹേട്ടാ, പാടത്ത് പണിക്കാര് വെയിറ്റിംഗില്ല. നമ്മൾ ചെന്നിട്ട് വേണം കൊയ്ത്തു തുടങ്ങാൻ. ഓ, നമുക്ക് പോവാം. ചെല്ലേ, ബാമേച്ചോട് ചെല്ലേ. മാധവൻ വന്ന് തിരക്കിയിരുന്നു തന്നെ. അവന്റെ തൊപ്പി എവിടെ ഒളിച്ചു വെച്ചിരിക്കണേ? തൊപ്പിയോ? ഏത് തൊപ്പി, ഏത് മാധവൻ? ചെല്ല്. നീ ഇതിന്റെ പേരിലായിക്കോ രണ്ടാളും കൂടി യുദ്ധം. വേണി പോട്ടെ. ചിരിഞ്ചിവരെ പണമൊന്നുമല്ല പറന്നു പോകാനായിട്ട്. വരൂ. മഹിയേട്ടനിൽ ഇടപെടരുത്. എന്റെ തൊപ്പി കാണാ. നിങ്ങൾ പണിയെടുത്തോ, ഇത് ഞാൻ നോക്കിക്കോളാം. തൊപ്പിയില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ, കാലം പോയി ആ യുഗത്തിൽ. നിന്നെ ഞാനിന്ന് കൊല്ലും. എന്റെ ജാതകത്തിലുണ്ട് ഒരു കള്ളനെ കൊന്ന് കോടതി കയറുന്നു. എന്റെ ജാതകത്തിലുണ്ട് ഒരു മന്ദബുദ്ധി പോലീസുകാരന്റെ തല്ലുകൊണ്ട് ഞാൻ ചാവില്ലെന്ന്. ഇതിനു മുമ്പ് എന്റെ 2 തൊപ്പി നീ കട്ടെടുത്തിട്ടില്ല. അതെ, എടുത്തതല്ല. തന്റെ ഒരു തൊപ്പി നമ്മുടെ ഡ്രൈ ക്ലീനിങ് ദാശായനയുടെ വീടിന്റെ ഇടവഴിയിൽ നിന്ന് കിട്ടി. മറ്റേ തൊപ്പി പുഴക്കരയിലെ കള്ള് ഷാപ്പിന്റെ ബെഞ്ചിന്റെ അടിയിൽ നിന്ന് കിട്ടി. പിന്നെ ഈ തൊപ്പി മതി പറയല്ലേ. എന്താ മാധവ അത്? ഒരു പോലീസുകാരൻ പോകാൻ പാടുള്ള സ്ഥലത്തൊക്കെയാണ് താൻ പോകുന്നത്. അയ്യേ, വളരെ മോശം. ഇല്ല മഹേട്ടാ, ഇവൻ കള്ളം പറയാ, പച്ച കള്ളം. അതെ മഹേട്ടാ, ഇയാള് പച്ച കള്ളടിച്ചിട്ടാണ് ഈ തൊപ്പി ബെഞ്ചിന്റെ അടിയിൽ മറന്നു വെച്ചത്. താൻ ഈ തൊപ്പി യൂണിഫോം തട്ടിയെടുത്തല്ലോ. അച്ഛൻ മരണക്കരക്ക് കിടന്ന് പറഞ്ഞതാ, മോനെ നിന്റെ അച്ഛൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കടാന്ന്. എന്നാൽ ആ ജോലി എനിക്ക് കിട്ടുള്ളൂ. അച്ഛൻ മരിച്ചപ്പോ താൻ എന്ത് ചെയ്തേ? താൻ ഏക മകനാന്ന് പറഞ്ഞ ജോലി തട്ടിയെടുത്തില്ലേ? അയ്യേ, അച്ഛന്റെ ഒഫീഷ്യൽ മോൻ ഞാനാ. അതിന്റെ തെളിവായി യൂണിഫോം. ഇത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. അപ്പൊ പാരമ്പര്യമായിട്ട് ഈ തൊപ്പി എന്റെ തലയിലിരിക്കട്ടെ, ബാക്കിയുള്ളത് താൻ എടുത്തോ. എന്റെ മാധവ, നിനക്ക് ഇവനോട് മര്യാദയ്ക്ക് ചോദിച്ചാ പോരെ? ഞാനൊരു പോലീസുകാരനല്ലേ മഹിയേട്ടാ, പിന്നെ എങ്ങനെയാ മര്യാദയ്ക്ക് സംസാരിക്കുക? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞാൻ ടഫായതാ. ലക്ഷ്മണ, ആ തൊപ്പി കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കില്ല മഹേട്ടാ. കൊടുക്കടാ. മഹേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ കൊടുക്കാം. എന്തായാലും എന്നെ കൊണ്ട് പോലീസുകാരനാവാൻ പറ്റില്ല. പക്ഷെ പോലീസുകാരൻ്റെ ഒരു സെലൂട്ട് കിട്ടിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സെലൂട്ട് തരണെങ്കിൽ ഈ തൊപ്പി ഞാൻ തരാം. നിന്നെ ഞാൻ സെലൂട്ട് ചെയ്യേ? അല്ലെങ്കിൽ തൊപ്പി ഒന്ന് ചെയ്തേക്ക് മാധവ. രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്യുന്നില്ലേ? അതിലും ഭേദമല്ലേ സ്വന്തം അഞ്ചനല്ലേ? ചെയ്യാം, പക്ഷെ എന്റെ തൊപ്പി തരുമെന്ന് എന്താ ഉറപ്പ്? ഒരു സെലൂട്ട് തരാണെങ്കിൽ എന്റെ അമ്മയാണ് സത്യം, തൊപ്പി ഞാൻ തരാം. ഞാൻ വിശ്വസിക്കില്ല. മഹിയേട്ടൻ പറഞ്ഞാൽ എന്റെ വാക്ക്. പഴയ ചാക്കും. മിണ്ടാരാ.
ഒരു സല്യൂട്ട് കൊടുത്തേ. ആ ആ ഉം. ആ ഇങ്ങനെയല്ല, കാല് പൊക്കിയടി. ഓക്കെ ലക്ഷ്മണ തൊപ്പി കൊടുത്തേ. ഇനി തൊപ്പി വാ, വാ. അന്നിനെ. മോൻ. ആ തൊപ്പി കിട്ടിയല്ലോ. ബാമേ ഒരു കോസരി ഇവിടെ വിരിച്ചു കൊടുക്കൂ കുട്ടിക്ക്. ഓ ഇള്ള കുട്ടിയല്ലേ, ഒറ്റയ്ക്ക് കിടന്ന പേടിക്കാൻ. നാമം ജപിച്ച് കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം വരും. ഓ നീ അധികം പറയണ്ട. നീ എന്നോട്ട് എന്റെ അടുത്തുനിന്ന് മാറിക്കിടന്നു തുടങ്ങിയത്. പേടിയില്ലാത്ത ഒരാള് മാത്രോ വയസ്സറിയിക്കണേന്റെ തലേന്ന് വരെ കിടക്കയില് മുള്ളി എന്നെ മൂത്രത്തില് കുളിപ്പിച്ചിട്ടുള്ള ആളാ. മുത്തശ്ശി എനിക്കല്ലേ? അപ്പോഴേക്കും പിണങ്ങി. എന്റെ കാലൊന്ന് തിരുമു കുട്ടിയേ. എനിക്ക് വയ്യ. മുത്തശ്ശിയുടെ ഇള്ള കുട്ടിയോട് പറ തിരുമ്മി തരാൻ. ഓ എന്താ മൂപ്പിലമ്മയ്ക്കൊരു കോപം? പണ്ട് കിടക്കയില് മുള്ളിരുന്ന കാര്യം ഈ കുട്ടിയോടൊന്ന് പറഞ്ഞുപോയി. അതന്നെ. അത്ര ഉള്ളോ? അത് ഇടയ്ക്കിടയ്ക്ക് അവൾ ഇപ്പോഴും ചെയ്യുന്നതല്ലേ? മോൾ ഉറങ്ങിയില്ല ഇതുവരെ? ഞാനൊരു ദുസ്വപ്നം കണ്ടു. ആ സുബ്രഹ്മണ്യം അതും ഇതുമൊക്കെ ആലോചിച്ച് കിടന്നിട്ടാവും. ഈ മുറിയിൽ കിടന്നോളൂ, ദുസ്വപ്നം ഒന്നും കാണില്ല. മുത്തശ്ശിയുടെ മുറിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആരും കുട്ടിയെ പിടിക്കാൻ ഇവിടെ വരില്ല. വന്നാലും ഞങ്ങൾ ആരും കുട്ടിയെ വിട്ടുകൊടുക്കുകയില്ല ആർക്കും. പോരെ, പ്രാർത്ഥിച്ചു കിടന്നോളൂ. മഹേട്ടാ, മഹേട്ടന്റെ ഡിഷാനയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ. ഇയാൾ അതിന്റെ പാർട്ടിയാ. അങ്ങാടി വെച്ച് എന്റെ കൈ വന്ന് ചാടി. നമ്മൾ വെക്കണേക്കും അങ്ങനെ വേറെ ആരോട് വെക്കണ്ട. അത് ഞാൻ കൈയോടി കൂടി കൊണ്ടുവന്ന. ചാർജ് വളരെ കുറവാ. എത്രയാവും? 10,000 രൂപ ഉള്ളൂ സാർ. ഓഹോ, 10,000 റുപ്യ ഉള്ളോ? അത്രേ ഉള്ളൂ. 10,000 റുപ്യ ഉണ്ടെങ്കിലേ ഞാനിവിടെ ഒരു ജോഡി കാളയെ മേടിച്ച് കിട്ടും. കാളയുടെ വാലി പിടിച്ച് തിരിച്ച സൺ ടിവി സ്റ്റാർ ടിവിയും കിട്ടോ? കാളയുടെ തിരിച്ചാ കിട്ടും. എന്താ നോക്കണേ? ഞാൻ ഈ ഡിഷാനിനെ എവിടെ വെക്കാമെന്ന് നോക്കുകയായിരുന്നു. ഡിഷാൻഡർ നമുക്ക് എവിടെയും വെക്കാം. നീ ഞങ്ങൾക്കിട്ട് വെക്കായിരുന്നാ മതി. ചാർജ് എത്രയാവും? ആ ചാർജിന്റെ കാര്യത്തില് നമുക്ക് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. രണ്ടു കൂട്ടർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ആദ്യം അങ്ങനെയൊക്കെ പറയും, പിന്നെ നിങ്ങളുടെ സ്വഭാവം മാറും. വേണ്ട, സാർ തന്നെ എമൗണ്ട് പറഞ്ഞോളൂ. ഹിന്ദി സിനിമ ഉണ്ടാവോ? പഴയ പടങ്ങൾ. പിന്നെ ഹിന്ദി പടം, തെലുങ്ക്, കന്നഡ, ഗുജറാത്തി, വള്ളംകളി, ക്രിക്കറ്റ് കളി, പിന്നെ രാത്രി 12 മണി കഴിഞ്ഞാൽ മുട്ടച്ചിന് കാണാൻ പറ്റിയ ചില പടങ്ങൾ ഉണ്ടാവും. അതെ സാർ, അപ്പൂപ്പ വരെ സപ്പോർട്ടാണ്. ഇനി അകത്തേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ടി വി വെക്കാനും ആന്റിനെ ഫിക്സ് ചെയ്യാനും വയർ വലിക്കാനും ഒക്കെയുള്ള പൊസിഷൻസ് എനിക്ക് നോക്കാമായിരുന്നു. താങ്ക് യു സാർ. ഹലോ ആന്റിന, ടി വി ഇവിടെ. ഓ അവിടെയാണല്ലേ? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. നല്ല ടി വി. ഇവനെന്ത് ടി വി ആണ പെണ്ണാണോ നോക്കാം? അയ്യോ, എന്ത്? അല്ല, ഈ കേബിള് അങ്ങോട്ട് എങ്ങനെ ഇടാമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട്. പെണ്ണുങ്ങളെ നോക്കുമ്പോ ഇത്തിരി മയത്തില് നോക്കനിയാ. ആന്റീന ഫിക്സ് ചെയ്യണ്ടേ? പിന്നെ ബാ. സാറിന്റെ സിസ്റ്ററാ? ഏതാ മുടി നരച്ച തള്ളയാ? അയ്യോ അതല്ല, അടുത്തിരിക്കണ കോഴി. കോഴി എന്റെ സിസ്റ്റർ ആണോന്നാ? അയ്യോ കോഴിയല്ല, കോഴിക്ക് തീറ്റ കൊടുക്കണ. തീറ്റയിട്ട് കൊടുക്കുന്ന നല്ല സുന്ദരിയാ, അതെ. നല്ല ചിരി, നല്ല കണ്ണ്, മുടിയൊക്കെ പിന്നിട്ട്. അവളെ നിനക്ക് ഇഷ്ടമായ? അയ്യോ സാർ, ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല. അവളെ നിനക്ക് കെട്ടിച്ചേരടാ. അയ്യോ. എന്റെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചേരടാ. അയ്യോ സാർ, ഞാൻ ആ ടൈപ്പ് അല്ല. അയ്യോ, പിന്നെ നീ ഏത് ടൈപ്പാടാ? അല്ല സാർ, ഞാൻ പെൺകുട്ടികളെ ഒരിക്കലും. അപ്പൊ നിനക്ക് പെൺകുട്ടികളെ ഇഷ്ടല്ലേ? ലക്ഷ്മണ, മറ്റവന്റെ മഹിട്ടോ നിന്നെ താങ്കളുടെ തിരിക്കെടുത്തും ദേ കിടക്കണതും കാശ്മലൻ. ദേ ഇവിടെ അടുത്തൊരു ഡിഷാനെ ഫിറ്റ് ചെയ്യാൻ വന്നിട്ടേ അവന് പെൺകുട്ടിനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കല്യാണം നടന്നിട്ടുണ്ട്. ഞങ്ങളാ നടത്തി കൊടുത്തത്. അതുപോലെ നിനക്ക് നടത്തി തരാമോ? സ്ത്രീധനായിട്ട് എന്താ കൊടുത്തെന്ന് നിനക്കറിയാമോ? നീ എന്തൊരു വൃത്തികേടായി കാണിച്ചത്. വീട്ടിൽ വന്ന് കയറിയ ഒരാളെ, അതും എന്റെ പെങ്ങളെ കെട്ടാൻ പോണോന്ന് ഇങ്ങനെ അടിക്കുക. അതിന് പറയണ്ട മഹിയേട്ടാ. അങ്ങനെ പോട്ടാ അങ്ങോട്ട്. ഐ അങ്ങോട്ട് പോകൂലേ? എന്താ എന്നാ ഡിഷ് ആന്റിന 36 ചാനൽ. നീ എന്താടാ ഇവിടെ? ഡിഷാന്റിനാ? എന്ത് ഡിഷാന്റിനാ? ഡിഷ് ഡിഷ്
ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? யார் நீங்க என்ன வேணும் எனக்கு ஒண்ணும் புரியலையே. പൂരിച്ച് തരാടാ. നീ എന്തിനാണ് എന്റെ വീട്ടിൽ വന്നത്? அது வந்து മലയാളത്തിൽ പറ. ஐயோ പറയാമേ കൈവിട് കിച്ചാമണി കിച്ചാമണി കഥ വെക്ക്. ഞാനാ രാജു. ആരാ? പേണി താമസിക്കുന്ന വീട്ടിൽ നിന്ന് നിന്നെ അന്വേഷിച്ച് വന്നിരിക്കാം. എന്താ? നീ ഒന്ന് പുറത്തേക്ക് വാ. അല്ല അത് കുഴപ്പമില്ല, വാ. കൃഷ്ണൻ, കിച്ചാമണി അല്ലേ? ഞാൻ മഹേന്ദ്രൻ. വേണി ഇപ്പൊ എന്റെ വീട്ടിലാ ഉള്ളത്. അറിയാം. അന്ന് ഞാൻ പറഞ്ഞിട്ടാ രാജു നിങ്ങളുടെ വീട്ടിൽ വന്നത് വേണിയുടെ വിവരങ്ങൾ അറിയാൻ. നിങ്ങൾ സംസാരിക്ക, ഞാൻ പുറത്തുണ്ടാവും. അയാൾ എന്തിനാ കള്ളം പറഞ്ഞെന്ന് എന്റെ വീട്ടിൽ വന്നത്? നിങ്ങൾക്ക് നേരിട്ട് വരാറേ. അങ്ങോട്ടിരിക്കാം. എന്താ എന്താ തനിക്ക്? വേണി എന്നെ പറ്റിയെല്ലാം പറഞ്ഞാണല്ലോ. എനിക്ക് വരായിരുന്നു, വരണോന്ന് വല്ലാത്ത മോഹമുണ്ട്. ഞാൻ എന്താ വിളിക്കേണ്ടത്? മഹി അല്ലെങ്കിൽ വേണി വിളിക്കണ പോലെ മഹിയേട്ടൻ. നന്ദി നന്ദി പറഞ്ഞാ തീരില്ല. നിങ്ങളുടെ വീട്ടില് അവൾ എങ്ങനെ കഴിയണേന്ന് രാജു എന്ന് പറഞ്ഞപ്പോ ദൈവമുണ്ടെന്ന് എനിക്ക് ബോധ്യായി. ദൈവങ്ങളെ ശപിച്ചു വരുത്തും കഴിയായിരുന്നു ഞാൻ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ വീടും നിങ്ങളും നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പൊ എനിക്ക് ദൈവങ്ങളെക്കാൾ വലുതാ. ഒരുപാട് നന്ദിയുണ്ട് മഹിയേട്ട. അവളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കണ്ടല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എന്താ ഇത് കിച്ചാമണി?